ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂക്ക പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ടെർബോ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീകോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും മമ്മൂട്ടി കമ്പനിയാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വൺ പ്രതീക്ഷ ഉണ്ട് കേട്ടോ. കാരണം വൈശാഖ് മിഥുൻ മാനുവൽ കോംബോ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. എന്തായാലും കണ്ടു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോയി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടാവുന്നു. അപ്പം മമ്മൂട്ടി കമ്പനിയാണ് ഇതിൻ്റെ ട്രെയിലർ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ 2 മിനിറ്റും 22 സെക്കൻഡുമാണ് ഇതിൻ്റെ ദൈർഘ്യം വരുന്നത്. അപ്പം പ്ലേ ചെയ്യാം. നിന്നെ നാട്ടുകാർ എന്നതാ വിളിക്കുന്നത്? എന്നാ ജോസാടാ? ടർബോ ജോസ്. ഇന്ദു ഇൻസ്റ്റ, ഇന്ദു ഡംബിൾ, ഇന്ദു +2, ഇന്ദു ടിൻഡർ, ഇന്ദുസ്. ഏതാ ഇപ്പൊ ഇന്ദു? നിനക്കറിയില്ല? ഇപ്പൊ കളിച്ച് കളിച്ച് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയോടാ അറിയുന്നു. അവൻ അവங்களுக்கு தெரியுமா? ഈ നഗരത്തിൽ നടക്കുന്ന പല വൺ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നുണ്ട്. 8 പേരാണ് ഇതിൽ പിന്നില്ലെങ്കിൽ ഒരൊറ്റയാളും ജീവനോടെ ബാക്കി കാണില്ല. എനിക്കൊന്നും തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ പൊന്നാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? See you soon എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. I just love this part. ഞാനിവിടെ വീഴുവാണ്, എൻ്റെ കൂടെ ഒരു 10-15 പേരെ നിൽക്കാം. ഓക്കെ, അപ്പം ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നിട്ടുള്ളത് സുനിൽ ആയാലും അതുപോലെ തന്നെ രാജ്ബി ഷെട്ടി ഉണ്ട്, ബിന്ദു പണിക്കരുണ്ട്. ബിന്ദു പണിക്കരൊക്കെ മാസാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ആക്ടിങ് ആണ്. കാരണം നമ്മുടെ റൊഷാക്കിലായാലും അത് ഇതുവരെ വന്ന ഇങ്ങോട്ടുള്ള സിനിമകളെല്ലാം അവർ ഗംഭീരമായി തന്നെയാണ് അവരുടെ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ വൈശാഖിൻ്റെ പടമാണ്. എനിക്ക് പ്രതീക്ഷയുണ്ട് കേട്ടോ, എനിക്ക് ഈ പടത്തിന് പ്രതീക്ഷയുണ്ട്. ട്രെയിലറും മരണമാസ ട്രെയിലറാണ്, രക്ഷയില്ലാത്ത ട്രെയിലറായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഇതിൽ വലിയ നമ്മൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ വലിയ സ്റ്റോറിയുടെ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എന്തായാലും മിഥുൻ മാനുവൽ തോമസ് ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല സ്റ്റോറി ആയിട്ട്. എന്തായാലും അത്തരത്തിലുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ മമ്മൂക്ക എൻ്റെ പൊന്നളിയാ എന്നെ മാസാന്നറിയോ. പവർ, ആക്ഷൻ, ക്യാമറ, പറയേണ്ട ഒരു കാര്യമാണ് ക്യാമറ. പിന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള ആക്ഷൻസ് രംഗങ്ങളുമൊക്കെ മാസ് ആക്ഷനൊക്കെ ഗംഭീരമായിട്ടാണ് അവർ എടുത്തു വെച്ചിട്ടുള്ളത്. ക്യാമറ ആംഗിൾസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അസാധ്യ രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒന്നും പറയാനില്ല, എനിക്കിഷ്ടപ്പെട്ടു. പറയാനുള്ളൊരു കാര്യമാണ്, തീ ഐറ്റമാണ് ഈ ട്രെയിലർ. എന്തായാലും നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താരം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മമ്മൂക്ക ഫാൻസുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തായാലും ഈ മാസം 23-നാണ് റിലീസ്. എന്തായാലും എത്ര പേര് തിയേറ്ററിൽ പോയിരുന്ന് കാണുമെന്നുള്ളതും കമൻറ്റായി രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുപോലെ ബൈ ബൈ.